ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Hamictech ഗ്രാഫിക്സ്. ക്ലിയർ ഔട്ട് എന്ന സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലിയർ ഔട്ട് എന്ന സെഗ്മെൻറ്റ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ നോക്കെങ്കിൽ കുറേയധികം ഡൗട്ടുകൾ കൂട്ടുകാർ ചോദിക്കുന്നതായിട്ടുണ്ട്. ഈ ഡൗട്ടുകളിൽ ചിലതൊക്കെ എനിക്ക് ഒന്നോ രണ്ടോ വേർഡ്സിൽ ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന ഡൗട്ടുകളേ ഉള്ളായിരിക്കും. എന്നാൽ ചില ഡൗട്ടുകൾ അങ്ങനെ ഒന്നോ രണ്ടോ വേർഡ്സ് കൊണ്ട് എനിക്ക് ഉത്തരം പറഞ്ഞ് നിങ്ങളുടെ ആ ഡൗട്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഈ ക്ലിയർ ഔട്ട് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്ന ഡൗട്ട് ഏതെന്ന് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു വിഡ്സ്റ്റാറ്റസ് എന്ന ആപ്ലിക്കേഷനെ പറ്റി. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ചോദിച്ച ഒരു ഡൗട്ടാണിത്. വിഡ്സ്റ്റാറ്റസിൽ ലോഗോ ഉണ്ട്, ലോഗോ ഇല്ലാത്ത വീഡിയോ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ലോഗോ ഇല്ലാത്ത വീഡിയോ സ്റ്റാറ്റസ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. നമ്മൾ നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഓൾ സ്റ്റാറ്റസ് വീഡിയോ സ്റ്റാറ്റസ് 2020 എന്നാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രൈവസി പോളിസി കാണിക്കുന്നുണ്ട്. ഇത് റീഡ് ചെയ്ത് നോക്കിയതിന് ശേഷം അക്സെപ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നോക്കണമെങ്കിൽ കുറേ അധികം കാറ്റഗറീസ് കാണാം. ഈ കാറ്റഗറീസിലെല്ലാം നമുക്ക് ഒരുപാട് വീഡിയോസ്, സ്റ്റാറ്റസ് വീഡിയോസ് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. തൽക്കാലം ഞാൻ എന്താ ഈ ഒരു കാറ്റഗറിയിലുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ മുകളിൽ നമുക്ക് ലാംഗ്വേജസ് സെലക്ട് ചെയ്യാം. ഇവിടെ മലയാളം ഇല്ല, തൽക്കാലം ഞാൻ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം വീഡിയോസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ തൽക്കാലം ഈ ഒരു വീഡിയോ ചൂസ് ചെയ്യുകയാണ്. അതുപോലെ ഈ വീഡിയോ നമുക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസ് ആക്കി വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡൗൺലോഡ് എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വീഡിയോ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറിയിൽ ഓൾ സ്റ്റാറ്റസ് എന്ന ഫോൾഡറിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കൂട്ടുകാർക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോയിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോ ഒന്നുമില്ല. സാധാരണ ബാക്കിയുള്ള വിഡ് സ്റ്റാറ്റസ്, ഷെയർ ചാറ്റ് തുടങ്ങിയ ആപ്ലിക്കേഷനിലൊക്കെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗോ ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് വേറൊരു വീഡിയോ കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ലിറിക്സ് എന്ന കാറ്റഗറിയിലെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ നമുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. നേരത്തെ ചെയ്തതുകൊണ്ട് തന്നെ ഡൗൺലോഡ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം.
അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേയധികം ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ അപ്ലോഡ് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിലോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ആ വീഡിയോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈറ്റില്, പിന്നെ നിങ്ങളുടെ നെയിം, ഇമെയിൽ ID തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം താഴെ കിടന്ന അപ്ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഈ ആപ്ലിക്കേഷനിലോട്ട് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഞാൻ തൽക്കാലം ഇത് സ്കിപ്പ് ചെയ്യാണ്, അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡൗൺലോഡ്സ് എന്നതിൽ നോക്കാമെങ്കിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ലോഗോ ഇല്ലാതെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇത്തരത്തിൽ ലോഗോ ഇല്ലാതെ സ്റ്റാറ്റസ് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.